ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ബണ്ണി ബണ്ടിൽ റിട്ടേൺ വരാൻ പോവുകയാണ്. അതിനെപ്പറ്റിയുള്ള കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ലോക്ക് കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്ന എല്ലാ ബണ്ടിൽസും റിട്ടേൺ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ബണ്ണി ബണ്ടിൽസ് എല്ലാം റിട്ടേൺ വരാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ ബണ്ടിൽസാണ് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് 4 ബണ്ണി ബണ്ടിൽസാണ് റിട്ടേൺ വരാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു റെഡ്, പിന്നെ വരുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു പർപ്പിൾ കളറിലുള്ള ബണ്ണി ബണ്ടിലാണ്. അപ്പോൾ ഈ ഒരു പർപ്പിൾ ബണ്ണി ബണ്ടിൽ റിട്ടേൺ വരാൻ പോവുകയാണ്. പിന്നെ അടുത്ത ബണ്ണി ബണ്ടിൽ ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു യെല്ലോ കളർ ബണ്ണി ബണ്ടിലാണ്. ഈ ബണ്ണി ബണ്ടിൽസും കാര്യങ്ങളും നേരത്തെ നമ്മുടെ ഗെയിമിൽ വന്നതാണ്. പിന്നെ അവസാനത്തെ ബണ്ടിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ ഫസ്റ്റ് വന്ന ഈ ഒരു ബണ്ണി ബണ്ടിലാണ്. ഈ ഒരു ബണ്ണി ബണ്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടത്തെ മിക്ക പ്ലേയേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു ബണ്ണി ബണ്ടിൽ കാണുന്നതായിരിക്കും. പിന്നെ അവസാനമായിട്ട് എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ബണ്ണി ബണ്ടിൽ വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ ജൂലൈ 11-ാം തീയതി ആയിരിക്കും ഈ ഒരു ബണ്ണി ബണ്ടിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ന്യൂസ് 100% കൺഫേം ആണ്. ഗൈസ്, അപ്പോൾ അടുത്ത ന്യൂസ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ബണ്ടിൽസും കാര്യങ്ങളും റിട്ടേൺ വരാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബണ്ടിലാണ്. നമ്മുടെ ഫുട്ബോളിൻ്റെ തീമിലാണ് ഈ ഒരു ബണ്ടിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതോടൊപ്പം കയ്യിലൊക്കെ ആണെങ്കിൽ നല്ല ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിൽ വരുന്ന ഈ ഒരു ബണ്ടിലാണ്. ഈ ബണ്ടിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നൈസായിട്ടുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിലാണ് ഈ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലൂ കളർ ബണ്ടിലാണ്. ഈ ബണ്ടിലാണെങ്കിൽ നമ്മുടെ വാനിഷിങ് ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പച്ച കളറിലാണ് ഈ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ബണ്ടിലാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ബണ്ടിലെ കളറും അതോടൊപ്പം ആനിമേഷനും കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ കാണുന്ന പോലെ ആയിരിക്കും നമ്മുടെ കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോഴുള്ള കളറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതോടൊപ്പം ഇവിടെ കാണുന്ന പോലെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബണ്ടിലും വരുന്നത്. അപ്പോൾ ഈ 3 ബണ്ടിലാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ റിംഗ് ഇവൻ്റ് വഴി ആയിരിക്കും ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിലോട്ടും വരാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഇവൻറ്റ് എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ ജൂലൈ മാസം 17-ാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഇവൻറ്റ് വരാൻ പോകുന്നത്. നമ്മുടെ ബണ്ണി ബണ്ടിൽ ഇവന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. പിന്നെ അവസാനത്തെ റിവാർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഹാമറിന്റെ മോഡലിൽ വരുന്ന ഈ ഒരു ബാക്ക് പാക്ക് ആണ്. ഈ ഒരു ബാക്ക് പാക്ക് നോക്കുവാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബാക്ക് പാക്ക് ആണ്. അല്ലെങ്കിൽ ഓവർ സൈസ് ആയിട്ടൊന്നും തോന്നിക്കില്ല. എനിമീസിനൊന്നും അത്രയ്ക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയൊരു ബാക്ക് പാക്ക് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.